ഈ ഷൈനിയുടെയും കുട്ടികളുടെയും പറഞ്ഞില്ലേ ഷാജ, എന്നെ ഇന്ന് വരെ ഞാൻ അവത്തിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്കും എനിക്ക് സങ്കടമാണ്. കാരണം എന്നാ വെച്ചാൽ ഒരു 2003 കാലഘട്ടത്തില് ഞാനും എന്റെ 2 മക്കളെയും കൊണ്ട് ഈ സെയിം, ഞാൻ കോട്ടയം ജില്ലയിൽപ്പെട്ട ഒരാളാണ്. ഞാൻ കൂടുതൽ കറക്റ്റ് ആയിട്ട് സ്ഥലങ്ങളൊന്നും പറയുന്നില്ല, എന്നുവെച്ചാൽ ഞാൻ എവിടുത്തുകാരൊന്നും ആരും അറിയണ്ട. ഓക്കെ, അതൊന്നും അറിയണ്ട. ഞാൻ കോട്ടയം ജില്ലയിൽപ്പെട്ട ഒരാളാണ്. ഓക്കെ, ഞാൻ എന്നും എന്റെ യാത്രയിൽ പോകുന്ന സ്ഥലമാണ് ഈ റെയിൽവേ ക്രോസ്. അപ്പൊ എനിക്ക് വലത്തോട്ട് റെയിൽവേ ക്രോസ് അങ്ങ് പാസ് ചെയ്ത് വണ്ടി പോകുമ്പോൾ വലത്തോട്ട് നോക്കിയാലും ഇടതോട്ട് നോക്കിയാലും വിശാലമായ ഒരു സ്ട്രെയിറ്റ് ട്രാക്ക് കിടക്കുന്നത് എനിക്ക് കാണാം. അത് തന്നെയല്ല, അതിനു മുമ്പ് പല ആൾക്കാരും അവിടെ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ഏറെ കുടുംബ പ്രശ്നം വന്നപ്പം ഞാൻ എന്റെ 2 മക്കളെയും കൊണ്ട്, ഒരാള് ഒരു 5.5 വയസ്സും ഒരാളൊരു 1.5 വയസ്സുമായിരുന്നു. അപ്പൊ എന്റെ കുട്ടികൾക്ക് അറിയത്തില്ല കാര്യങ്ങള്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലെന്ന് പറയാൻ പറ്റില്ല, എന്റെ ഹസ്ബൻഡിന്റെ പ്രശ്നങ്ങള് സഹിക്കാൻ പറ്റാതെ വന്നപ്പം അദ്ദേഹത്തിന് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുറെ സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളാണ്. ഓക്കെ, പക്ഷെ പുള്ളിക്കാരന്റെ മദർ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയിലച്ചന്മാരുടെ ഒക്കെ അടുത്ത് പോയി കൗൺസിലിങ്ങിനും, കന്യാസ്ത്രീമാരുടെ അടുത്ത് പോയി കൗൺസിലിങ്ങിനും എല്ലാം പോയി. പക്ഷെ ഒരു ദിവസം സഹിക്കാൻ പറ്റാതെ വന്നപ്പം ഞാൻ എന്റെ മക്കളെയും കൊണ്ട് ഞാനും ഈ റെയിൽവേ ട്രാക്കിന്റെ കോട്ടയത്തുനിന്ന് വന്ന് ഈ റെയിൽവേ ട്രാക്കിന്റെ മുമ്പിൽ വണ്ടി കിടക്കുമ്പം അവിടെ ഇറങ്ങി ആദ്യത്തെ ട്രെയിൻ പോയി. എനിക്കറിയാം അടുത്ത ട്രെയിൻ 1/2 മണിക്കൂർ കഴിഞ്ഞാ വരുന്നതെന്ന്. എന്റെ 2 മക്കളെയും കൊണ്ട് ഇറങ്ങി, മോള് കയ്യിലിരിക്കുന്നു, മോൻ കയ്യിൽ പിടിച്ചിരിക്കുന്നു താഴെ. ഞാനങ്ങനെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ എന്നോട് എന്റെ ഒരു കുട്ടി, മൂത്ത കുട്ടി എന്നോട് ചോദിച്ചു, എന്താ നമ്മൾ ഇവിടെ ഇറങ്ങിയേ? ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരിടത്ത് പോണം. ആ ടൈമിൽ ബസ് അവിടെ നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാ ട്രെയിൻ പാസ് ചെയ്യുന്നത്. അപ്പൊ റോഡിന്റെ ഷെയ്ക്കിങ് കേട്ടപ്പോ എന്റെ കുട്ടി, അയ്യോ എന്താ, എനിക്ക് പേടിയാവുന്നു എന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞ് എന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചു. മുറുക്ക പിടിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി അവിടെ ഇറങ്ങാൻ കാരണം പോയി കഴിഞ്ഞ് തീർത്തേക്കാം, ഇനി ജീവിക്കേണ്ട കാര്യമില്ല എന്നോർത്തായിരുന്നു. അതുകൊണ്ട് തന്നെ, പക്ഷെ എന്റെ കുട്ടികൾ അന്ന് ചെറിയ കുട്ടികളാ, 5 വയസ്സോ 1.5 വയസ്സുള്ള കുട്ടികളാ. അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ അന്ന് ആ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ ആർക്ക് കേട്ടാലും ഇതിൽ ഇത്രയും പെയിൻഫുൾ ആകില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇന്ന് വരെ ഇതിൽ നിന്നും റിക്കവർ ആകാൻ പറ്റാത്ത കാര്യം, ആ 2 മക്കൾ അറിവുള്ള കുട്ടികളാണ്. ആ കുട്ടികൾക്കറിയാം അവര് മരിക്കാൻ പോവുകയാണ്. എന്നിട്ടും അവരമ്മയുടെ കൂടെ നിന്നു, അല്ലെങ്കിൽ അമ്മ അവരെ കുഞ്ഞുമോളെയും കൂടെ നിർത്തി എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെയും പെയിൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറം. എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ഉള്ള മനസ്സ് മാറി. ഇല്ലെങ്കിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ആളാ. ഇപ്പൊ ഞാൻ 4-5 ദിവസമായിട്ട് പ്രാർത്ഥിക്കാറില്ല. ഈ ഷൈനിയും കുട്ടികളെയും രക്ഷിക്കാൻ പറ്റാത്ത ദൈവം നമ്മളെങ്ങനെയാ രക്ഷിക്കുക എന്നൊരു സങ്കടം എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള എല്ലാ ആൾക്കാരെക്കാളും കൂടുതൽ ഇത് കോറിലേറ്റ് ചെയ്യാൻ പറ്റിയത് എനിക്കാ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിപ്പോയി ഇത്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഷാജന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചത്. പക്ഷെ ശനിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയട്ടെ, എനിക്ക് നല്ലൊരു അനിയത്തിയുടെ ഒരു ഹസ്ബൻഡും, എന്റെ നല്ലൊരു കൂട്ടുകാരിയുടെ ഫാദർ ഒരു അഡ്വക്കേറ്റും, ആ ഫാമിലിയും, എന്റെ 2 നല്ല കൂട്ടുകാരികളും, എന്റെ ഒരു ചേട്ടനും എന്റെ ഒരു ചേച്ചിയും, അവരൊക്കെ എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്റെ അമ്മയും പറയാതിരിക്കാൻ പറ്റില്ല, എന്റെ അമ്മയും. അങ്ങനെ അവര് കട്ടയ്ക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇതിന്ന് സർവൈവ് ചെയ്യാൻ പറ്റി. നമ്മുടെ കേരള ജനത മുഴുവൻ ഈ പാപത്തിൽ, ഞാൻ ഷാജനോട് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ കൊണ്ട് നിരൂപിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. നമുക്ക് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെല്ലാരും, നിങ്ങൾ ന്യൂസ് കൊടുക്കുന്നു, എനിക്കറിയാം. ഞാൻ കുറച്ച് ചാരിറ്റി ആൾക്കാരെയൊക്കെ വിളിക്കുമ്പോൾ അവരെല്ലാം പൈസയ്ക്ക് വേണ്ടിയായി ചാരിറ്റി ചെയ്യുന്നത്. ഇവിടെ വളരെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്
ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വളരെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചില ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചാരിറ്റിക്കാരെ വിളിക്കുമ്പോൾ അവരെല്ലാരും ഈ പ്രശ്നമുള്ളവരെ ഇഗ്നോർ ചെയ്യും. അയ്യോ മരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഷാജനൊക്കെ കാണിക്കുന്ന മാതിരി കുറെ ന്യൂസും അതിന്റെ പുറകെ പോക്കും അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇവരെ മരിക്കാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ടേന്നാ നോക്കുന്നത്. ഷാജിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ സ്ത്രീകളുടെ മാത്രമല്ല കേട്ടോ, ആരുടെ ആണെങ്കിലും ആത്മഹത്യ തന്നെയാണ്. പക്ഷെ പാവം ഈ ഷൈനിക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും സപ്പോർട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് അവരുടെ വീട്ടിൽ നിന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ഷൈനി നിന്നേനെ. അപ്പൊ ഷാജൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.